നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് സച്ചിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു ശ്രുതിയുടെ കാര്യത്തില്. ശ്രുതിക്ക് പൈസ കിട്ടിയിട്ടുണ്ട്, പക്ഷേ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. ആ സമയം സച്ചിയുടെ മുന്നിൽ പിടിച്ചിരിക്കാണ്ട് ശ്രുതിയും കിടന്ന് പെടാപ്പാട് വിടുവാണ്. പോരാത്തതിന് ശ്രുതിയുടെ അക്കൗണ്ടിലേക്കാണ് പൈസ ഇട്ട് കൊടുത്തതെന്നും പറഞ്ഞു. ആകപ്പാടെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ. ശ്രുതിയുടെ നാവിൽ നിന്ന് അത് വീണു പോവുകയും ചെയ്തു. അതിനെ ചൊല്ലി പിന്നീട് വർഷയാണെങ്കിലും ശ്രീകാന്തും രേവതി എല്ലാവരും ചോദ്യം ചെയ്യുന്നുണ്ട് രണ്ടുപേരെയും കൂടെ. ഒരു വിധത്തിൽ അവിടെ കിടന്ന് ഉരുണ്ട് രക്ഷപ്പെട്ട് നിൽക്കുകയാണ് ശ്രുതിയും കൂടെ. പിന്നീട് ഫുഡെല്ലാം കഴിച്ച് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി കിടന്ന് ദേഷ്യപ്പെടുക. നിനക്ക് നാണമുണ്ടോ? തലയ്ക്കകത്ത് ഇത്രയെങ്കിലും ബോധമുണ്ടോ? അല്ല, ഒരു കാര്യം ചോദിച്ചിട്ടെ, 2-3 ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞ് ശരി തന്നെയാണോന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ ശ്രുതി ചോദിച്ചു, അതെന്താ ശ്രുതി നീ അങ്ങനെ പറഞ്ഞേ? അല്ലായിരുന്നെങ്കിൽ പൊട്ടത്തരമൊക്കെ വിളിച്ചു പറയോ? നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് പൈസ ഇട്ടെന്നുള്ള കാര്യം എന്തിനാ ശ്രുതി അതവിടെ വിളിച്ചു പറഞ്ഞെന്ന് ചോദിക്കാം. അത് പിന്നെ പെട്ടെന്നുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ അറിയാതെ പറഞ്ഞു പോയതെന്ന് പറയാം. അതുകൊണ്ട് എന്താ സച്ചിക്ക് മൊത്തം സംശയമായില്ലേന്ന് ചോദിക്കാണ്. സച്ചി ഡൗട്ട് അടിച്ച് അങ്ങനെ അന്വേഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. നീലിമയാണ് പണം തന്നുള്ളവർക്കുള്ള കാര്യം മനസ്സിലാവും. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ? പണം തിരികെ കൊടുക്കേണ്ടി വരും. ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് ശ്രുതി പറയാ. ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, അത് പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങനെയൊന്നും ഓർത്തില്ല, അങ്ങനെ സംഭവിച്ചു പോയതാന്ന് പറയാ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. സച്ചിക്കാണ് ഡൗട്ട് കൂടിക്കൂടി വരുമെന്ന് പറയണം. ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രുതി പറഞ്ഞു, സച്ചിയുടെ ഡൗട്ട് മാറ്റാം, നമുക്ക് രേവതിയെ വെച്ചിട്ട് കളി കളിക്കാന്ന് പറയണം. രേവതി വെച്ച് കളിയോ? അതൊക്കെ ഉണ്ട്. സച്ചിനെ ഒരു കാരണവശാലും ആ പണത്തെക്കുറിച്ച് ചോദിക്കരുത്. അങ്ങനെ ഒരു നീക്കം വേണം നമ്മൾ നടത്താനെന്നൊക്കെ പറയണം. അങ്ങനെ പിന്നീട് ശ്രുതി നേരെ അടുക്കളയിലേക്ക് ഇല്ലുക. അപ്പൊ രേവതി അടുക്കള തിരക്കിട്ട പണിയിലാണ്. എല്ലാ ജോലികളും രേവതിയുടെ തലയിൽ കൂടെയാണല്ലോ പോകുന്നത്. വേറെ ഒറ്റ ഒരു പെണ്ണുങ്ങൾ അടുക്കളയിലേക്ക് തിരിഞ്ഞു നോക്കത്തില്ല. അങ്ങനെ ശ്രുതി ഇനിയിപ്പം രേവതി തിരക്കിട്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും രേവതി ശ്രുതിയെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താ ശ്രുതി എന്ന് ചോദിക്കണം. അല്ല സച്ചി ഇത് എന്ത് ഭാവിച്ചാ രേവതി എന്ന് ചോദിക്കുക. എന്താ സച്ചിക്ക് എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം ചോദിക്കുക. ഇപ്പൊ എന്നെ മാത്രം എന്താ സംഭവിച്ച ശ്രുതി എന്ന് ചോദിക്കണം. എന്താന്നോ ഒന്നും മനസ്സിലായില്ല എന്ന് ചോദിക്കുക. ഞങ്ങൾക്ക് പൈസ കിട്ടി, അതിന് ശ്രുതി ബിസിനസ് തുടങ്ങാൻ പോകുന്നു, അതിന് സച്ചിക്ക് എന്താ എത്ര കുഴപ്പമെന്ന് ചോദിക്കുക. അതിനിപ്പോ സച്ചിയാണ് എന്താ പ്രത്യേകിച്ച് കുഴപ്പം? സച്ചിയാണ് ഒരു കുഴപ്പമില്ലെന്ന് പറയണം. വെറുതെ കള്ളത്തരം പറയണ്ട. സച്ചിക്ക് അസൂയാന്ന് പറയണം. അസൂയോ? അതെ, ശരിക്കും പറഞ്ഞ അസൂയ. അല്ലെങ്കിൽ പിന്നെ ശ്രുതി ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയ്ക്ക് പറയേണ്ട കാര്യമുണ്ടോ? ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് എന്റെ അച്ഛൻ പണം ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, ഓ അതാണ് ആ കാര്യം, വലിയ കാര്യമായിട്ട് എടുക്കുന്നേ. അതത്ര കാര്യമായിട്ടൊന്നും എടുക്കണ്ട. സച്ചിയാണ് സംശയം ഉണ്ടായിരുന്നു, സച്ചിയാണും ചോദിച്ചു, അതിനെതിരെ മാത്രം എന്താ പറയാനിരിക്കണേ എന്ന് ചോദിക്കണം. അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, അതെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ തലയിടാൻ വരുന്നില്ലോ. പിന്നെ ഇത്രമാത്രം തല പൊഞ്ഞ് ആലോചിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് പൈസ കിട്ടിയില്ല. പിന്നെ ശ്രുതി ബിസിനസ് എങ്ങാനും ഇട്ട് നന്നായി പോകുന്നൊരു പേടി സച്ചിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടല്ല സച്ചി അങ്ങനെയൊക്കെ ചോദ്യം ചെയ്തതെന്ന് ചോദിക്കുകയാണ്. രേവതി പറഞ്ഞതേ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ, സച്ചിയാണ് അത്രക്കാരനൊന്നും അല്ല. സച്ചിയാണ് അങ്ങനെ അസൂയം കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയാം. പിന്നെ ആര് പറഞ്ഞു അസൂയം കാര്യങ്ങളൊന്നും ഇല്ലെന്ന്? ഇത് എന്നോട് തന്നെ വേണം നീ പറയാനെന്ന് പറയാം. അല്ലെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കേ, ഇത്രയും നാളായിട്ട് സച്ചിക്ക് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടോ? അപ്പം ശ്രുതിക്കാണെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ട്, ഇനിയിപ്പം ബിസിനസ് തുടങ്ങി നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് പോകുന്നു. അതൊക്കെ ഓർത്തപ്പോൾ സച്ചിക്ക് സഹിക്കാൻ പറ്റില്ല. വെറും കാർ ഡ്രൈവർ അല്ല സച്ചി, അതിന്റെ ബുദ്ധിമുട്ടാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, കാർ ഡ്രൈവർ ആണെങ്കിൽ സച്ചിയാണ് എന്നെ നല്ല പൊന്നുപോലെ തന്നെ നോക്കുന്നത്, ഒരു കുഴപ്പമില്ലാതെ, അല്ലാതെ വെറുതെ വീട്ടിൽ നിന്ന് തിന്നുമല്ലാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് അടിയായിപ്പോയി. ശ്രുതി പറഞ്ഞു, എന്തൊക്കെയാണല്ലോ ശരി, ഇനിയിപ്പം ഞങ്ങളുടെ കാര്യത്തിൽ തലയിടാൻ വരണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സച്ചേട്ടന് കാറ് മേടിക്കാനായിട്ട് ഞാൻ പണം കൊടുത്തു, കാർ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ സമയം ഈ പറയുന്ന ശ്രുതി തന്നെയല്ലേ വന്ന് ചോദിച്ചേ, ഇതിന് മാത്രം പൈസ ഇത് എവിടുന്നാ ഉണ്ടായത്? ആര് തന്നു, എങ്ങനെ തന്നു എന്നൊക്കെ. അല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ ജീവിതത്തിൽ തലയിടാൻ വന്നേ? എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ വന്നിട്ട്? എന്താ എങ്ങനെയാന്നൊക്കെ. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, അത് പിന്നെ ഞാൻ ഓഹോ, അപ്പൊ അവനോനോട് ചോദിച്ചാലാണ് കുഴപ്പമില്ലല്ലേ, വേറുള്ളവരോട് എങ്ങനെ വേണം പെരുമാറാല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ പിന്നീട് ശ്രുതി പറഞ്ഞു, അത് പിന്നെ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവരുത് എന്ന് പറയണ. ഞാൻ അങ്ങോട്ടും ചോദിക്കാൻ പോകുന്നില്ല, ഇങ്ങോട്ടും ചോദിക്കാൻ വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം രേവതി ഓർത്ത്, ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ ഇതിനകത്ത്? അവരുടെ അച്ഛൻ അവർക്ക് പൈസ കൊടുത്തു, അതിന് സച്ചേണ്ണെ കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ? സച്ചേണ്ണ ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ തോന്നി, അതിന് ഇത്രമാത്രം എന്താ ഇരിക്കണേ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു രേവതിയുടെ മനസ്സിലായി. പക്ഷെ കള്ളങ്ങളുള്ള ശ്രുതിയുടെ മനസ്സിലാന്നുള്ള കാര്യം അവർക്കൊന്നും അറിയില്ലല്ലോ. പിന്നീട് ശ്രുതി ബ്യൂട്ടി പാർലറിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ വെച്ച് മീരയെ കാണുവാണ്. മീരയെ കണ്ട് നീലിമയെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്.
നീലിമയെക്കുറിച്ചുള്ള കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീര പറഞ്ഞു, ആഹാ അവളാള് കൊള്ളാലോ എന്ന് പറയണ. പിന്നെ കൊള്ളാലോന്നോ, അവളാള് കേമിയാന്ന് പറയണ. നിന്നെക്കാളും കേമിയാണെന്ന് നിൽക്കും. ഇതേ മീരെ ഞാനും വെച്ച് വന്നാണ്ടല്ലോ. അതെ ഞാനങ്ങ് ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല അവളെന്നിട്ട് ഇത്രയും പണം കൊണ്ട് എന്ത് ചെയ്യായിരുന്നു? അവിടെ പോയി അങ്ങോട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. കൃത്യസമയത്ത് കാണാൻ പറ്റിയതുകൊണ്ട് പണം കിട്ടിയെന്ന് പറയാ. ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് മീര പറഞ്ഞു, കാര്യമൊക്കെ ശരി തന്നെയാ, പക്ഷെ അതിനകത്തൊരു പ്രശ്നം ഉണ്ടെന്ന് പറയണേ. എന്ത് പ്രശ്നം? എങ്ങാനും ഇനി നിന്റെ അമ്മായിമ്മയുള്ള അവരറിയുവാ ഈ പണം നീലിമ തന്നാന്ന്. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയില്ലോ. സച്ചിയോ അല്ലെങ്കിൽ നിന്റെ അമ്മായിച്ചനോ അറിഞ്ഞാൽ മതി. അതോടുകൂടി നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരുമെന്ന് പറയാ. ആര് പറയാനായിട്ട്? ആരും പറയാനൊന്നും പോകുന്നില്ല. ആ കാര്യത്തിൽ എനിക്ക് പേടിയും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയാണ്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, പറയാനുള്ള അങ്ങോട്ട് പറഞ്ഞെന്നേ ഉള്ളൂ. ആ സമയം ഒരു നിമിഷം ആലോചിച്ചിട്ട് ഇത് പറഞ്ഞു, എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് എൻ്റെ ബിസിനസ്സും കാര്യങ്ങളും അവന് വേണ്ടി തുടങ്ങണം, ശ്രുതിക്ക് വേണ്ടി തുടങ്ങണം, എങ്കിലേ ഞങ്ങൾക്ക് പിടിച്ചിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ അതിനകത്തുനിന്ന് കിട്ടുന്ന ആ ഒരു വരുമാനം ഉണ്ടല്ലോ, ലാഭത്തിൽ നിന്ന് വേണം എടുത്തിട്ട് അച്ഛൻ്റെ പൈസ അടച്ചു തീർക്കാനായിട്ട് എന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ മീര പറഞ്ഞു, ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണോ? നടത്തണം, നടത്താതെ പറ്റില്ലല്ലോ, അല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നൊക്കെ പറയാം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നവീൻ അങ്ങോട്ടേക്ക് വരുന്നേ. നവീനെ കണ്ടത് മീര പറഞ്ഞു, ഇതേ ആരാ വരുന്നതെന്ന് നോക്കാൻ പറയണം. നവീൻ വന്നു. പെട്ടെന്ന് മീര ചോദിച്ചു, എന്താടാ നിനക്ക് എന്താ അവിടെ കാര്യം ചോദിക്കും. ഇത് കേട്ടപ്പോൾ നവീൻ പറഞ്ഞാലും ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നല്ലോ, ഞാനിതേ ഈ കല്യാണിയെ കാണാൻ വന്നല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ മീരയ്ക്ക് ദേഷ്യം വന്നു. മീര പറഞ്ഞു, ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് തന്നെ പോയിക്കോ, അല്ലെ ഞങ്ങൾ പോലീസിനെ വിളിക്കുന്നു പറയാം. പോലീസിനോ പട്ടാളത്തിനോ എന്ത് വെള്ളം വിളിച്ചോ, ആര് വന്നിട്ടൊരു കാര്യമില്ല. വന്നിട്ടുണ്ടെങ്കിൽ ഞാനേ എന്താ ചെയ്യാൻ പോകുന്ന അറിയാലോ, അതുകൊണ്ട് കൂടുതൽ ഷോ ഇറക്കാതിരിക്കാൻ നല്ലതെന്നൊക്കെ നവീൻ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. ആ സമയം മീര വെച്ച്, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുക. എനിക്ക് പണം വേണമെന്ന് പറയാം. പണമോ? ഇതെന്താ എപ്പോഴും പണം എടുത്താലും ഞാൻ എന്താ വല്ല പണം കായ്ക്കുന്ന മരമാണോ എന്ന് ചോദിക്കുകയാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പറഞ്ഞല്ലോ എന്റെ കല്യാണം എന്ന് പറഞ്ഞല്ലോ, കല്യാണത്തിന് കുറെ പണച്ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് 1,00,000 രൂപ എനിക്ക് വേണമെന്ന് പറയാം. ഇത് കേട്ടോ മീര ചോദിച്ചു, 1,00,000 രൂപയോ? അതെ 1,00,000 രൂപ. നീ 1,00,000 രൂപ എന്ന് കേട്ടില്ലെന്ന് ചോദിക്കുകയാണ്. മീര പറഞ്ഞു, അതൊന്നും പറ്റില്ല എന്ന് പറയാം. അതിന് നിന്നോട് ഞാൻ എന്തേലും പറഞ്ഞോ? നിന്നോട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നീട് ശ്രുതിയോട് പറഞ്ഞു, ഇവളുടെ വാക്ക് കേട്ട് പൈസ തരാൻ നീ ഇരുന്നാണ്ടല്ലോ, നാളെ നേരം വെളുക്കുമ്പോ, നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നിന്റെ വീട്ടിലേക്ക് ഞാൻ വരും. അവിടെ വന്ന് നീ ആരാ എന്താ ഏതാന്നൊക്കെ ഞാൻ അങ്ങോട്ട് വെളിപ്പെടുത്തും. അതോടുകൂടി നിന്റെ കാര്യത്തിന് തീരുമാനമാവെന്ന് പറയാം. അത് കേട്ടപ്പം ശ്രുതിയിലൊരു ഞെട്ടലുണ്ടായി. പിന്നീട് അയാൾ പറഞ്ഞു, എൻ്റെ ജീവിതം ഒറ്റയടിക്ക് തല്ലി തകർത്തോളാം നീ, എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞ്, എൻ്റെ കുടുംബം എല്ലാം തകർന്നു പോയി. അപ്പം നിന്നെ ഞാൻ സൂചിച്ച് ജീവിക്കാൻ സമ്മതിക്കണം അല്ലേടി? നിനക്കിട്ട് എവിടെ വെച്ചാണല്ലോ ഞാൻ പണി തന്നിരിക്കുമെന്ന് പറയണം. അവസാനം വേറെ നിവൃത്തിയില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു, 1,00,000 രൂപയല്ലേ ഞാൻ തരാമെന്ന് പറയണം. അങ്ങനെ നവീനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ആ സമയത്ത് മീര ചോദിച്ചു, നീ എന്ത് പൊട്ടത്തരാ പറഞ്ഞേ? 1,00,000 രൂപയൊക്കെ നീ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ? അതിന് നിന്റെ നോട്ടച്ചടിക്കുന്ന പണിയുണ്ടോന്ന് ചോദിക്കുക. അതല്ല, അതുണ്ടാക്കണം. എവിടുന്ന്? ശ്രുതിയോട് വാങ്ങണമെന്ന് പറയണം. ശ്രുതിയോടോ? അല്ല, 50,00,000 രൂപ കിട്ടിയതുണ്ടല്ലോ, 53,00,000 രൂപയുടെ പലിശ കൂടെ കൂട്ടിയിട്ട്, അപ്പൊ അതിനകത്തുനിന്ന് 1,00,000 രൂപ ഞാൻ വാങ്ങിക്കും. അതിന് ശ്രുതി തരാൻ തയ്യാറാകുമോ? തയ്യാറാവില്ല, അതെനിക്കറിയാം. 100 ചോദ്യങ്ങളായിരിക്കും, എന്തിനാ ഏതാ എങ്ങനെയാന്നൊക്കെ. അപ്പൊ പിന്നെ എനിക്കത് നവീന് കൊടുക്കാനെന്ന കാര്യം പറയാൻ പറ്റില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് എന്തേലും കള്ളത്തരങ്ങൾ ഇറക്കണമെന്ന് പറയാം. മീര പറഞ്ഞു, ആ ശരിയാ, കള്ളത്തരം പറയാനായിട്ട് പണ്ടേ നിൽക്ക് നല്ല മിടുക്കാണല്ലോ, കള്ളത്തരത്തിന്റെ കൂമ്പ് തന്നെയാണല്ലോ നീ, ഒരു കൂമ്പാരം തന്നെയാണല്ലോ എന്നൊക്കെ പറയണം. അതുകൊണ്ട് ശ്രുതി പറഞ്ഞു, ഇതേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ മനുഷ്യ ആകെപ്പാടെ കത്തിപ്പോഞ്ഞ് നിൽക്കുക എന്നൊക്കെ പറയണം. അതിനുശേഷം ശ്രുതി നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയാണെ ഫോണിനകത്ത് നോക്കി ഭയങ്കര കാര്യമായിട്ട് കിടക്കുമായിരുന്നു. ആ സമയം ഒരു നിമിഷമൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ശ്രുതി എന്നിട്ട്, അല്ല എന്തെടുക്കുക ശ്രുതി എന്ന് ചോദിക്കുക. അത് പിന്നെ ഞാൻ ഫോണിനകത്ത് 1-2 കാര്യങ്ങൾ നോക്കുമായിരുന്നു. എന്താ? ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരന്മാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമായിരുന്നു. അല്ല അതിനെന്താ ഇപ്പം ഈ ലിസ്റ്റൊക്കെ നോക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കും. അത് പിന്നെ വേറൊന്നുമില്ല, നമ്മൾ ഈ ബിസിനസ്സും കാര്യങ്ങളും ചെയ്യാനായിട്ട് പോകാണല്ലോ, അപ്പോൾ അവരൊക്കെ എന്ത് ബിസിനസ് ചെയ്താണ് നന്നായി നോക്കണ്ടേന്ന് ചോദിക്കണം. അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രുതി പറഞ്ഞു, നാണമുണ്ടോ ശ്രുതിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ട്? നമ്മൾ നമ്മുടേതായ രീതിക്ക് വേണം ഒരു ബിസിനസ് നടത്താനായിട്ട്, അല്ലാതെ മറ്റുള്ളവർ എന്ത് കണ്ട് വലിയതായിട്ട് ബിസിനസ്സോ അതല്ലേ നമ്മൾ നോക്കണ്ടേ. നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മളൊരു ബിസിനസ് ചെയ്യാൻ നോക്കണം, നമ്മുടെ കൊക്കിലൊതുങ്ങുന്ന രീതിയിൽ എന്ന് പറയണം. ശ്രുതി പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുക പോലും വേണ്ടല്ലോ, അറിയാലോ. പിന്നെ ഒരാളൊരു ജോലി ചെയ്ത് എന്തെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കിയെന്ന് കരുതി നമ്മൾ ആ ജോലി ചെയ്ത് നമ്മൾ വിജയിക്കണമെന്നൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതിക്ക് വേണ്ടി ഒരു ഉപദേശം തന്നെ നടത്തുവാണ്. ആ സമയത്ത് ശ്രുതി ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് പലിശയ്ക്ക് കൊടുത്തിട്ടാണ് ശരി താനൊരു വലിയ പണക്കാരനാവണം ചിന്തിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്.